പ്രവർത്തകർ പ്രകടനം നടത്തി ഭരണഘടനാപരമായി അന്യായമാണ് NSA പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ രാജ്യത്ത് പളനിയപ്പൻ ചിദംബരം എന്ന് പറയുന്ന ആഭ്യന്തര മന്ത്രിയുടെ മുഖത്ത് നോക്കി ഷൂ വലിച്ചെറിഞ്ഞിട്ട് രാജ്യദ്രോഹ കുറ്റം എടുക്കാത്ത ആളുകൾ ഭരണഘടനാപരമായി ഒരു മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാമെന്നിരിക്കെ ഭരണഘടനാപരമായ സമാധാനപൂർവമായ പ്രതിഷേധ മാർഗം സ്വീകരിച്ച ഒരു പാർട്ടിയുടെ പ്രവർത്തകരെ NSA ചുമത്തുന്നു. നാഷണൽ സെക്യൂരിറ്റി ആക്ട്, രാജ്യദ്രോഹം. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അറിയില്ല SDPI ഏത് പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നതെന്ന്. ഇല്ലേ? ഉമ്മൻചാണ്ടിക്ക് അറിയില്ല SDPI ഏത് പാരമ്പര്യത്തിൽ നിന്ന് വരുന്നതെന്ന്. ഇന്നലകളിൽ സ്വതന്ത്രത്തിന്റെ സമരഭൂമിൽ പടയോട്ടം നടത്തിയ കുഞ്ഞാലിമരക്കാരുടെ പാരമ്പര്യത്തിൽ നിന്ന്, വാരിയംകുന്നന്റെ പാരമ്പര്യത്തിൽ നിന്ന്, വെളിയങ്കോട് ഉമർ ഖാദിയുടെ പാരമ്പര്യത്തിൽ നിന്ന്, ടിപ്പു സുൽത്താന്റെ പാരമ്പര്യത്തിൽ നിന്ന്, മഹാത്മാ അയ്യങ്കാളി പടുത്തുയർത്തിയ പാരമ്പര്യത്തിൽ നിന്ന്, ശ്രീനാരായണ ഗുരുദേവൻ കൊളുത്തിവെച്ച പാരമ്പര്യത്തിൽ നിന്ന്, ഡോക്ടർ പൽപു കൊളുത്തിവെച്ച പാരമ്പര്യത്തിൽ നിന്ന്, അങ്ങനെ സ്വതന്ത്രത്തിന്റെ സമരഭൂമിയിൽ പിന്നോട്ടടിക്കാൻ ഒരു കാരണവശാലും മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടടിക്കുകയില്ല എന്ന സമരാവേശം ഹൃദയാന്തരങ്ങളിൽ ജ്വലിപ്പിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന SDPI-കാരനെ ഉമ്മൻചാണ്ടിയുടെ ജലപീരങ്കിക്കും ഉമ്മൻചാണ്ടിയുടെ ഉണ്ടയില്ലാത്ത ബുള്ളറ്റിനും ഉമ്മൻചാണ്ടിയുടെ ഒപ്പം രാത്രിക്കും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് SDPI-കാർ മുന്നോട്ട് നീങ്ങിയപ്പോ SDPI-യുടെ 2.5 വയസ്സ് മാത്രം പ്രായമുള്ള SDPI എന്ന രാഷ്ട്രീയ ശിശുവിന്റെ മുന്നിൽ ഉമ്മൻചാണ്ടിക്ക് മുട്ടുമടക്കേണ്ടി വന്നു, NSA പിൻവലിക്കേണ്ടി വന്നു എങ്കിൽ കേരളം ഇനിയും ഒത്തിരി രാഷ്ട്രീയ ചരിത്രങ്ങൾ കാണാനിരിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ബഹുമാന്യനായ ഉമ്മൻചാണ്ടി SDPI-കാരെ ലാത്തിയൊന്നും കാണിച്ച് വരട്ടരുത്. കാരണം ഞങ്ങളുടെ പാർട്ടി കണ്ണൂരുമുണ്ട്, ഞങ്ങളുടെ പാർട്ടി കണ്ണൂർ ജില്ലയിലുമുണ്ട്, ഞങ്ങളുടെ പാർട്ടി തമിഴ്നാട്ടിലുമുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഗോവയിലുമുണ്ട്, മണിപ്പൂരിലുമുണ്ട്. ഇങ്ങനെ ഒത്തിരി സംസ്ഥാനങ്ങളിലുള്ള പാർട്ടി. ഇത് മലബാറിലെ 3 ജില്ലയിലൂടെ ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയല്ല. ഇത് മാത്രമാണോ? ന്യൂനപക്ഷങ്ങൾ തൃപ്തരല്ല ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ ഭരണത്തിൽ. എന്തുകൊണ്ട്? 6 നിരപരാധികളെ അനന്തപുരിയുടെ വിഹായസിന്റെ മെടിത്തട്ടിൽ ഭീമാപ്പള്ളിയുടെ മുറ്റത്തിട്ട് വെടിവെച്ചു കൊന്നിട്ട് ആ വെടിവെച്ചു കൊന്നത് ആരാണ് എന്ന്, എന്തുകൊണ്ടാണ് എന്നതിന്റെ കുറ്റവാളികളെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്തിരുന്നിട്ട് ഇതുവരയ്ക്കും നടപടി സ്വീകരിക്കാത്ത ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങൾ തൃപ്തരല്ല അങ്ങയുടെ വിഷയത്തിൽ. പക്ഷെ അങ്ങ് ചെറിയ ആശ്വാസത്തിലാ. പിറവത്ത് ജനിച്ച കുഞ്ഞ് UDF-ന്റെ മടിയിൽ ജനിച്ചു, ഇല്ലേ? UDF-ന്റെ മടിത്തട്ടിൽ ജനിച്ചു. പേര് അനൂപ് മോൻ, ഇല്ലേ? അനൂപ് മോൻ പിറവത്ത് ജനിച്ചപ്പോ ഞങ്ങൾക്കെല്ലാം അങ്ങ് തികഞ്ഞു എന്നാ തോന്നുന്നത്. നിങ്ങൾക്കറിയില്ല പശ്ചിമ ബംഗാളിലെ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്താൻ CPM ശ്രമിച്ചപ്പോൾ CPM എന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനം ചതഞ്ഞെറിഞ്ഞുപോയി പശ്ചിമ ബംഗാളിലെങ്കിൽ കേരളത്തിലും CPM പടിക്ക് പുറത്താണ് എങ്കിൽ ത്രിപുര എന്ന ഇട്ടാവട്ടത്തിന്റെ അധികാരത്തിന്റെ മുറ്റത്ത് കിടന്ന് കറങ്ങാൻ മാത്രമാണ് CPM-ന് ഇന്ന് കഴിയുന്നതെങ്കിൽ ഇതേ രാഷ്ട്രീയ പാരമ്പര്യവും ബുദ്ധിമുട്ടും ഉമ്മൻചാണ്ടി അങ്ങേക്ക് കേരളത്തിൽ വരും, ഇല്ലേ? ഇമെയിലിന്റെ വിവാദം, ഇതിനു മുമ്പ് ഒരു ലെറ്റർ ബോംബ് വിവാദം ഉണ്ടായി. അതിരിക്കട്ടെ, പഴയകാല ചരിത്രം. ഭീമാപ്പള്ളിയുടെ അന്വേഷണ റിപ്പോർട്ട് മേശപ്പുറത്തിരിക്കുന്നു, ലവ് ജിഹാദ് വിഷയത്തിന്റെ റിപ്പോർട്ട് മേശപ്പുറത്തിരിക്കുന്നു. ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ. ഞാൻ ഇതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾ കേട്ടുകഴിഞ്ഞു എന്നുള്ളത് കൊണ്ട്. പ്രിയരെ, ഇതിലൊന്നും ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാതെ പിറവത്ത് ജനിച്ച കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അനൂപ് മോനെ ലാളിച്ചു നടന്നാൽ 3 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ നിഗളിക്കുന്ന നിങ്ങൾ മുട്ടുകുത്തി വീഴും കേരളത്തിൽ. പക്ഷേ മുട്ടുകുത്തിക്കാനുള്ള മുസ്ലിം ലീഗിന്റെ അവസ്ഥ ദയനീയ അവസ്ഥയാണ്, ഇല്ലേ? ദയനീയ അവസ്ഥയാ. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി വളർന്ന് അതൊരു പടവലങ്ങ കോലത്തിലായി ആ സാധനം, ഇല്ലേ? കർണാടകയിൽ മുസ്ലിം ലീഗില്ല, തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗില്ല, പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗില്ല. ഇനി കേരളത്തിലുണ്ടോ? അത് കേരളത്തിലെ 3 ജില്ലയിൽ മാത്രം. നിങ്ങൾക്കറിയുമോ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം സമുദായം ജീവിച്ചുകൊണ്ടിരിക്കുന്ന 2ാമത്തെ ജില്ല കൊല്ലം ജില്ല. ആ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത്. പ്രിയരെ, നിങ്ങൾ കൊല്ലം ജില്ലയിലൊന്ന് അന്വേഷിച്ചു നോക്കണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരത്തിന്റെ തൊട്ടു മുന്നിലുള്ള കൊല്ലം ജില്ലയിൽ